സലി, ഇടുക്കി കഴിഞ്ഞ് കോട്ടയം വിട്ട് ഇന്നിപ്പോൾ കോട്ടയം വിട്ട് ആലപ്പുഴയിലേക്ക് പോകാൻ പോവുകയാണ്. കോട്ടയത്ത് കണ്ട മണ്ഡലങ്ങളിലെ ഒരു ജനപങ്കാളിത്തം, ജനസ്വീകാര്യത എങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകരോട് പറയേണ്ടത്? കോട്ടയത്തെ ജനസ്വീകാര്യത നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം പൊതുവിൽ രാഷ്ട്രീയ ആഭിമുഖ്യം UDF-നൊപ്പം നിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കോട്ടയത്തെ കണ്ടിട്ടുള്ളത് എക്കാലത്തും. കാരണം UDF-ൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറിയെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റമാണ്. അപ്പോൾ മുന്നണി മാറ്റത്തോടു കൂടി തന്നെ ഈ ജില്ലയുടെ രാഷ്ട്രീയ ഘടന മാറി എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന കാര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം. അപ്പോൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ കണ്ട കോട്ടയത്തെ ജനാവലി എന്ന് പറയുന്നത് ഒരു സംശയം ഉണ്ടെന്നില്ല. കോട്ടയം നഗരത്തിലുണ്ടായത് വലിയ ജനക്കൂട്ടമായിരുന്നു. കോട്ടയം നഗരത്തിലൊരു മൈതാനം പൂർണ്ണമായിട്ട് 3 പന്തലിട്ടിട്ടും ആളുകൾ അത്രത്തോളം തന്നെ ആളുകൾ പുറത്തു. അതായത് കോട്ടയത്ത് ഇതൊരു സർക്കാർ പരിപാടിയാണ്. അതിനെ രാഷ്ട്രീയമായൊരു വിവക്ഷ എന്ന് വെച്ചാൽ കോട്ടയം പോലൊരു ജില്ലയിലെ ഇടതുമുന്നണിയുടെ ശക്തി തെളിയിക്കൽ കൂടി സംഭവിച്ചു എന്നാണോ രാഷ്ട്രീയമായി നോക്കിയത്? തീർച്ചയായും സർക്കാർ പരിപാടിയാണ്, ഔദ്യോഗിക പരിപാടിയാണ്. ഔദ്യോഗിക സംവിധാനങ്ങൾ, പരാതി നിവേദനം അതൊക്കെ നടക്കുമ്പോഴും ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നമ്മൾ കാണാതെ പോകുന്നതിൽ കാര്യമില്ല. കാരണം പൊളിറ്റിക്സും കൂടി മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ പൊളിറ്റിക്സ് കേൾക്കാൻ വലിയ ആക്ഷേപം ആരോപണം ഉള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അതിനുള്ളിലെ പൊളിറ്റിക്സ് ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടുണ്ട്. ആ പൊളിറ്റിക്സ് കേൾക്കാൻ തന്നെ ആളുകൾ വന്നിട്ടുള്ളതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് കണ്ട കാഴ്ച വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. അത് സദസ്സുകളെ സംബന്ധിച്ച് പ്രഭാതയോഗം, ഇന്നലത്തെ പ്രഭാതയോഗമൊക്കെ നമ്മൾ നേരിട്ട് നമുക്ക് ചില പ്രഭാതയോഗങ്ങളിൽ നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ശരത്തിന് ഇന്നലെ ലൈവ് സംവിധാനമായിട്ട് അതിനകത്ത് കയറാൻ പറ്റി. ജസ്റ്റിസ് KT തോമസ് സാറ് അതെങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ സലി, ഇതിനകത്ത് ഞാൻ മന്ത്രി VN വാസുവിനെ സംസാരിച്ചപ്പോൾ എന്താണ് കോട്ടയത്തിൻ്റെ പ്രഭാതയോഗം, എന്താണ് കോട്ടയം പൗരാവിലൂടെ ഒരു ക്രോസ് സെക്ഷൻ എന്നറിയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം കർഷക തൊഴിലാളികളെക്കുറിച്ചും ഇവരെക്കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇവരെല്ലാം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് KT തോമസ് ഉണ്ട്, അതുപോലെ തന്നെ സയ്യിദ് മിർസയുണ്ട്, വിഖ്യാത ചലച്ചിത്രകാരനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതീക്ഷിക്കുന്നൊരു കോട്ടയത്തിൻ്റെ ഒരു പൗരാവലി അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായും കാണാൻ ഉള്ളൊരു താല്പര്യം തോന്നി. അപ്പോൾ 2015 ശബരിമലയിൽ മേൽശാന്തിയായിരുന്ന, ഞങ്ങൾ നേരത്തെ സംസാരിക്കുകയായിരുന്നു, ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ വലിയ തോതിൽ ആളുകളിപ്പോൾ നമ്മുടെ ഡിജിറ്റൽ കാണുന്നുണ്ട്, റീച്ചുണ്ട്, നന്നായി കാണുന്നുണ്ട്. അവിടെ ഒരു ലോബി യഥാർത്ഥത്തിൽ ഈ തിരക്ക് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നിയന്ത്രിക്കാനാവും ആ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലൊരു ജെനുവിൻ പ്രതികരണത്തിന് കിട്ടിയ ഒരു വലിയ സ്വീകാര്യത. ആ പ്രതികരണം നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ അടക്കം കണ്ണു തുറപ്പിക്കേണ്ട ഒരു പ്രതികരണം. അല്ല, ഈ ഏറ്റവും തെറ്റായ പ്രചാരണം ഉത്തരേന്ത്യയിലേക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി പ്രചരിപ്പിക്കുമ്പോഴാണ് ശബരിമലയിൽ മേൽശാന്തിയായിരുന്ന ഒരാൾ, അദ്ദേഹം വളരെ തുറന്ന് സംസാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു മുൻധാരണയുടെയോ ഒരു ആംഗ്യം കാണിക്കലോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞൊന്നും നമ്മൾ ചെയ്തതല്ല. നമ്മൾ അവിടെ വെച്ച് സാന്ദർഭികമായി കണ്ടു, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം എന്താണ് പറയാൻ വരുന്നതെന്നും എനിക്കും അറിയില്ല, ലൈവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അങ്ങനെയാണ് അതിൽ നിന്ന് കുറേ കൂടി കോട്ടയത്തിൻ്റെ ഒരു പൊതു ഫീല് നമുക്ക് സാലി പറഞ്ഞ പോലെ കൊണ്ടുവരാനായത് ഇന്നലെ.